ഇന്ത്യയെ കാർബൺ സന്തുലിതമാക്കാൻ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ബാംഗ്ലൂരിലെ പീപ്പിൾസ് പ്ലാനറ്റ് എന്ന സംഘടനയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രകൃതിയുടെ കാവലാൾ പുരസ്കാരം പടയക്കണ്ടി നാരായണന് ലഭിച്ചു. പരിസ്ഥിതി വിദ്യാഭ്യാസം, മില്ലറ്റ് പ്രചാരണം, സാഹിത്യ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ സേവനം, സ്കൂൾ കലാമേളകളിലെ വ്യത്യസ്തമായ അനൗൺസ്മെന്റ്, മീഡിയ പ്രവർത്തനം, അധ്യാപനം തുടങ്ങി വിവിധ മേഖലകളിലെ സംഭാവനകളെ പരിഗണിച്ചാണ് പുരസ്കാരം. ബാംഗ്ലൂരിലെ സെന്റ് ജോസഫ് യൂണിവേഴ്സിറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ എംഎൽഎയും ബാംഗ്ലൂർ ഡെവലപ്മെന്റ് അതോറിറ്റി ചെയർമാനുമായ NA ഹാരിസ് പുരസ്കാരം നൽകി. ബാംഗ്ലൂരിനെ തിരിച്ചുപിടിക്കുക എന്ന മുദ്രാവാക്യവുമായി 1 മില്യൺ വൃക്ഷത്തൈകൾ നട്ടുപിടിക്കുന്ന പീപ്പിൾസ് പ്ലാനറ്റിന്റെ പദ്ധതിയുടെ ഭാഗമായി നടന്ന ചടങ്ങിലാണ് പുരസ്കാരം ദാനം നടത്തിയത്. അമിൻ ഹെഡ്ഗെ അധ്യക്ഷത വഹിച്ചു. പ്രോജക്ട് ഹെഡ് ജേനി ബെൻ ഹെയും, സിനിമാ നടൻ ശ്രേയസ് സൂരി, ആസിഫ് ബേഗ്, റിയ വർമ്മ തുടങ്ങിയവർ സംസാരിച്ചു. പരിസ്ഥിതി പ്രവർത്തകനുള്ള പുരസ്കാരമാകിയാൽ മിനുസപ്പെടാത്ത കരിങ്കല്ലിൽ ഉറപ്പിച്ച മൊമെന്റോ ആണ് നൽകിയത്. തിരുവള്ളൂർ ശാന്തിനികേതൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഹയർ സെക്കൻഡറി അധ്യാപകനായി വിരമിച്ച നാരായണൻ പരിസ്ഥിതി സംരക്ഷണത്തിനായി വിവിധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. കേരള സർക്കാരിന്റെ വനമിത്ര പുരസ്കാരം, ദേശീയ ಟೀಚರ್ ಇನ್ನೋವೇಷನ್ പുരസ്കാരം തുടങ്ങി ನಿರವಧಿ പുരസ്കാരങ്ങൾക്ക് നേരത്തെ ಅರ್ಹನಾയിട്ടുണ്ട്. ಇದರಿಂದ ಉಳಿಸುವಂತ ಕೆಲಸ ಯಾರು ಮಾಡಬೇಕು? ನಾವೇ ಮಾಡಬೇಕು. ಹಾಗಾಗಿ ನಾನು ಈಗ BDA ಚೇರ್ಮನ್ ಆದ್ಮೇಲೆ ಅದನ್ನ ಸ್ವಲ್ಪ ಇನ್ನಷ್ಟು ಗ್ರೀನರಿ ಹೆಚ್ಚಿಸಬೇಕು ಅಂತ ಹೇಳಿ ಸುಮಾರು ಕಾರ್ಯಕ್ರಮಗಳನ್ನ ನೋಡ್ತಾ ಇದ್ದಾಗ ಪ್ರತಿ 60-40 ಸೈಟ್ಗೆ ಕಡ್ಡಾಯವಾಗಿ ಒಂದು ಮರ ಇರಬೇಕು. BDA ಸಾವಿರಾರು ಲಕ್ಷಾಂತರ ಸೈಟ್ಗಳು ಕೊಟ್ಟಿದ್ದಾರೆ.